ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിന്റെയും അനഘയുടെ വിവാഹകാര്യം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വൃന്ദാവനംകാര്. തുടർന്ന് ആതിര വിഷമത്തോടെ മാറി നിൽക്കുമ്പോൾ കാണുന്നത് സന്ദീപിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനഘ ഫോട്ടോ എടുക്കുന്നതാണ്. അങ്ങനെ അതൊന്നും കണ്ടു നിൽക്കാനാകാതെ അർച്ചന അകത്തേക്ക് പോകുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താടോ, എന്തുപറ്റി? താനെന്താ മാറി നിൽക്കുന്നത്? ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൾക്കൂട്ടം കണ്ട താനപ്പം മാറി നിൽക്കും, അല്ലെങ്കിൽ തല കറങ്ങി വീഴും. എന്താ പ്രശ്നം? അത് പിന്നെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഒരു ഞെട്ടല്. ഞാൻ പകച്ചു നിൽക്കുകയാണ് സച്ചിയേട്ടാ. എന്താടോ, എന്തുപറ്റി? ഇത് കേൾക്കുന്ന അർച്ചന ചോദിക്കുകയാണ്. സന്ദീപിൻ്റെയും അനഘയുടെയും വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് സച്ചിയേട്ടന് തോന്നുന്നുണ്ടോ? അവർ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? എടോ, സന്ദീപ് അനഘയെ നന്നായി തന്നെ നോക്കിക്കോളും. നമ്മളെക്കാൾ നന്നായി തന്നെ അവർ ജീവിക്കുകയും ചെയ്യും. എനിക്ക് സച്ചിയേട്ടനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വ്യക്തമായി രണ്ടു കൂട്ടരുടെയും മനസ്സറിയാതെ ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകരുത്. എടോ, അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് സച്ചി പറയുമ്പോൾ അച്ചു പറയുകയാണ്. അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തിട്ട് കട്ടിലിൻ്റെ അപ്പുറവും ഇപ്പുറവും ഷീറ്റ് വിരിച്ച് കിടക്കാനുള്ള ഗതികേട് അവർക്കുണ്ടാകരുത്. ഈ വീട്ടില് സമാധാനമില്ലാത്ത ഒരു മുറി മാത്രം മതി. അത്രയും പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാഷിനെയും കമലയുമാണ്. കമല പറയുകയാണ്, മാഷേ, ഇനി നമ്മൾ ഇക്കാര്യം മൂടിവെച്ചാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ മോളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല കമലെ. സേതുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമ്മളെക്കൊണ്ട് ആകില്ല താനും. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണല്ലോ അവന്തിക. സന്ദീപിന് അനഘയോടൊരു താല്പര്യവുമില്ലെന്ന് അവന്തിക അറിയണ്ടേ? തുടർന്ന് മാഷിനെ വിളിച്ചുകൊണ്ട് അവന്തികയുടെ അടുത്തേക്ക് പോവുകയാണ് കമല. തുടർന്ന് മാഷും കമലയും അവന്തികയെ മാറ്റി നിർത്തി ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഇപ്പോൾ നിങ്ങളൊന്നും പറയണ്ട. ഇന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമാണ്. എൻ്റെ അനിയത്തിക്ക് ജീവിതം ഉണ്ടാകാൻ പോകുന്നു. ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല. അച്ഛൻ്റെയും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ വേണം എല്ലാം നോക്കാനെന്ന് അവന്തിക അവരോട് പറയുന്നു. പിന്നെ അച്ചുവിൻ്റെ കാര്യം ഞാനത് അച്ഛനോട് പതിയെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞു തളർന്നു നിൽക്കുന്ന ആതിരയാണ്. അതേസമയം സന്ദീപ് അങ്ങോട്ടേക്ക് വരികയാണ്. എടോ ആതിരെ, എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. അച്ഛനിപ്പോൾ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. അർച്ചനേട്ടത്തിക്ക് എന്തോ തെറ്റുപറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, സന്ദീപിന്റെ മൗനമാണ് കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇനി എല്ലാവരുടെയും നിർബന്ധപ്രകാരം സന്ദീപ് ഈ വിവാഹത്തിന് സമ്മതിക്കുകയും ഒടുക്കം അനഘയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. എന്നിട്ടോ ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും. അതാ ഇനി നടക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇനി എൻ്റെ മൗനം കാരണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകണ്ട. അത്രയും പറഞ്ഞ് സന്ദീപ് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ സന്ദീപ് സേതുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത് സേതു അനഘയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ്. തുടർന്ന് സേതു പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ഇത്രയും കാലം എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ടാകണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാണ്. കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുകയും ചെയ്യണം. ഈ അച്ഛൻ്റെ ആയുസ് ഇനി എത്ര കാലമാണെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി കാണണം. ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് സന്ദീപ്. അനഘയൊന്ന് വരാമോ? എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ അനഘ സന്ദീപിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സന്ദീപ് ചോദിക്കുകയാണ്, എന്താ നിന്റെ ഉദ്ദേശം? സന്ദീപ് എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? നിന്റെ ഉദ്ദേശം എന്താണെങ്കിലും ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സന്ദീപിന് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലെങ്കിൽ എന്നോടല്ല പറയേണ്ടത്, സേതു അങ്കിളിനോടാണ്. ഓ, പറയുന്നത് പോലെ ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് മാത്രം പറയരുതല്ലോ. വൃന്ദാവനത്തിലെ ആതിരയെ ഇഷ്ടമാണെന്നും പറയണമല്ലോ. കേൾക്കുന്ന സന്ദീപ് ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അനഘ പറയുകയാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെ എന്നെ ഇട്ടേച്ചും മറ്റൊരു പെണ്ണിന്റെ പുറകെ സന്ദീപിനെ പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ നിവൃത്തികേടിന് ഞാൻ ഈ വിവാഹത്തിന് നിന്നു തന്നാലും എനിക്ക് നിന്നോട് ഒരിക്കലും സ്നേഹമുണ്ടാകാനേ പോകുന്നില്ല. ഞാൻ മനസ്സ് തുറന്ന് ഇന്നേ വരെ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് ആതിരയുമാണ്. ആതിരയും അതുപോലെ തന്നെയാ എന്നെയും സ്നേഹിക്കുന്നത്. ആതിര എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് ഞാൻ ആതിരയെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ആരും വരണ്ട. ബാക്കി എല്ലാവരുടെയും കണ്ണിൽ ആതിര താഴെയായിരിക്കും. എന്നാലേ എൻ്റെ കണ്ണിൽ ആതിര എല്ലാവരെക്കാട്ടിലും മുകളിൽ തന്നെയാണ്. അവളെ പിരിഞ്ഞൊരു ജീവിതം എനിക്കുണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനഘ ഇനി സ്വയം വിഡ്ഢിയാകാൻ നിൽക്കണ്ട. അത്രയും പറഞ്ഞ് സന്ദീപ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനൂപിനെയും മീരയുമാണ്. അനൂപ് പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വരണ്ടെന്ന്. ഇപ്പോൾ എന്തായി? അതിന് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ അറിഞ്ഞോ എന്ന് മീര ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, എനിക്കറിയാം ഇനി ആതിരയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന്. എല്ലാം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മീര അനൂപിനെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.